ഹലോ ഗൈസ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ 3 മാസം നീണ്ടു നിന്ന ഒരു ബിഗ് ബോസ് സീസൺ അവസാനിക്കാൻ പോവുകയാണ്. നമ്മുടെ ഏറ്റവും അവസാനത്തെ റിവ്യൂ ഇതായിരിക്കും. നാളെ പിന്നെ പ്രത്യേകിച്ച് റിവ്യൂവിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അവർ പരിപാടി നടത്തും, ഒരാൾക്ക് കപ്പ് കൊടുക്കും, സംഭവം ക്ലാസ്ഡ്, അടച്ചു പൂട്ടി വീട്ടിൽ പോകാം. അപ്പോ ഇത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ സ്ഥിരം പരിപാടി കണ്ടിന്യൂ ചെയ്യും. ഇതായിരിക്കും നമ്മുടെ എപ്പിസോഡിന്റെ ഏറ്റവും അവസാനത്തെ റിവ്യൂ. ഇതാണ് ഏറ്റവും അവസാനത്തെ എപ്പിസോഡ് നമ്പർ 98, ഡേ 97. 97 ദിവസം. നാളെ ആകുമ്പോഴത്തേക്ക് 98 ദിവസം. 100 ദിവസമൊന്നുമില്ല, 98 ദിവസമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ മെയിൻ ആയിട്ട് നടന്നത് ഒന്ന് നൂറയുടെ എവിക്ഷൻ, 2 അനുമോള് കംപ്ലീറ്റ്ലി സൈലന്റ് ആയിരുന്നു. ഇന്നത്തെ ഒരു ഹൗസിൽ രാവിലെ ഡാൻസ് കളിക്കാൻ നേരത്തും ഹൗസിലോട്ട് 1-2 ആൾക്കാർ സീരിയലിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അനുമോള് ഭയങ്കര സൈലന്റ് ആയിരുന്നു. അറിയില്ല, ഇന്നലത്തെ എന്റെ ഹാങ് ഓവർ മാറിയിട്ടുണ്ടായിരിക്കത്തില്ല, അതുകൊണ്ടാവാം. പിന്നീട് ഇവർക്ക് മറ്റേ മിററിൽ നോക്കി സംസാരിക്കുന്ന ആ ഒരു ടാസ്കും കൊടുത്തു. എല്ലാവരെയും കുളിപ്പിച്ച് കുട്ടപ്പനാക്കി മുടിയൊക്കെ വെട്ടി സെറ്റാക്കി ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഏറ്റവും അവസാനം ജിയോ ഹോട്ട്സ്റ്റാറിലെ ലൈവും നിർത്തി ബിഗ് ബോസ് വീട്ടിൽ പോയിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ ചുരുക്ക വിവരം. ഇനി നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് വേണമെങ്കിൽ വീഡിയോയിലോട്ട് പോവാം, എപ്പിസോഡിലോട്ട് പോവാം. പതിവ് പോലെ ബിഗ് ബോസ് പാട്ടിട്ടു. നാളെ മുതൽ സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം എന്ന് പറയുന്ന അനീഷിന്റെ ഡയലോഗ് കാണില്ല. തമ്മിത്തല്ലോ തന്തയ്ക്ക് വിളിയോ കുൽസിത കാർഡോ ഒന്നും നാളെ തൊട്ട് ഇനി കാണത്തില്ല. അതെല്ലാം പുറത്തായിരിക്കും നടക്കാൻ പോകുന്നത്. മിക്കവാറും കോൺട്രവേഴ്സീസ് നടക്കാനുള്ള സാധ്യത കുറവാണ്. പാട്ടാ ഗേൾസ് ഇപ്പം നാല് സൈഡിലായിട്ടുണ്ടല്ലോ. അനുമോൾ ഇവരുമായിട്ട് ജോയിൻ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് ബിഗ് ബോസ് സീസൺ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ചോദ്യം. മോസ്റ്റ് പ്രോബബിലി എനിക്ക് തോന്നുന്നു ഇവര് ജോയിൻ ആവാനുള്ള സാധ്യതയുണ്ട്. അനുമോൾ വലിയൊരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകില്ലയോ എന്ന് അറിയത്തൊന്നുമില്ല. ഒരു ലോങ് ടൈം ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ജോയിൻ ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്ത് വ്ലോഗ് ഒക്കെ ഇടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പട്ടായെ പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യം വന്നിട്ട് നാളെ കഴിഞ്ഞിട്ട് അറിയാം. ഇന്ന് ബിഗ് ബോസ് പതിവ് പോലെ പാട്ടിട്ടു. അനുമോൾ ഒഴികെ എല്ലാവരും വന്ന് ഡാൻസ് കളിച്ചു. അത് കഴിഞ്ഞിട്ട് നൂറ മിററിൽ നോക്കിയിരുന്ന് സംസാരിക്കുകയാണ് കുറച്ച് കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും മിറർ ടാസ്ക് കൊടുക്കുകയാണല്ലോ, അതിന് മുന്നോടിയായിട്ടുള്ള പരിശീലനമായിരിക്കണം. നൂറ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. വൺ മോർ ഡേ ടു ഗോ, യു ക്യാൻ ഡു ഇറ്റ്. പക്ഷെ പഠിക്കൽ കൊണ്ട് കലമുടച്ച പോലെ ആയിപ്പോയി. നൂറയ്ക്ക് ആ ഒരു കടമ്പ, ടോപ്പ് 5 എന്നുള്ള ഒരു കടമ്പ കടക്കാൻ സാധിച്ചില്ല. ടോപ്പ് 5 എത്തണം എന്ന് വലിയൊരു ഡ്രീമാണ്. ആക്ച്വലി നൂറ ടോപ്പ് 5 എത്തണം നമുക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. ശൈത്യ അകത്തോട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് വരെ നൂറ ടോപ്പ് 5 എത്താതെ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരേ ഒരു റീസൺ സ്വന്തം കൂട്ടുകാരി ശൈത്യ തന്നെയാണ്. ഹൗസിനകത്തോട്ട് വന്ന് അത്രയും കോലാഹലങ്ങൾ ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ നൂറ ടോപ്പ് 5 കയറിയേനെ. എന്താണെങ്കിലും ആ ഡ്രീം നടന്നില്ലേ, പോട്ടെ, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണെങ്കിലും ഫൈനൽ വീക്കിൽ തന്നെ വന്നല്ലോ, അത് തന്നെ വലിയ കാര്യമാണ്. സത്യത്തിന് എന്നെ സംബന്ധിച്ച് നൂറയും ആദിലയും ഫൈനൽ വീക്കിൽ വന്നത് വലിയ കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാട്ടാ ഗേൾസ് എന്ന് പറയുന്ന ഒരു കോംബോ ആണ് ഇവരെ പിടിച്ചു നിർത്തിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ നൂറയുടെ ക്യൂട്ട്നെസ്സും ആ ഒരു കാണാൻ കൊള്ളാവുന്ന ഭംഗിയൊക്കെ കണ്ടാണ് ആൾക്കാർ വോട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അല്ലാതെ വലിയൊരു ഗെയിം ഒന്നും നൂറ അതിന്റെ അകത്ത് കളിച്ചിട്ടില്ല. പിന്നെ ടാസ്ക് ഒക്കെ മര്യാദയ്ക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇപ്പൊ ടാസ്കിന്റെ കാര്യം നോക്കുവാണെങ്കിൽ നൂറേക്കാരും നല്ലപോലെ കളിച്ചിട്ടുള്ളത്, ത്രൂ ഔട്ട് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് കളിച്ചിട്ടുള്ളത് ആര്യനാണ്. ആര്യൻ എന്തുകൊണ്ട് വന്നില്ല? അപ്പം ടാസ്ക് വെച്ച് നോക്കുവാണെങ്കിൽ നൂറേക്കാൾ ഡിസർവിങ് ആര്യനായിരുന്നു ഗെയിമിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും. അതിലാണെങ്കിലും നൂറയാണെങ്കിലും ഈ ഒരു ലാസ്റ്റ് വരെ വന്നത് വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കിയാൽ മതി. നൂറയ്ക്കും ആദിലയ്ക്കും PR ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് നൂറ ആദില എന്ന് അടിച്ചു പോയി കഴിഞ്ഞാൽ ഒരു തുരുതുരുന്ന് ഫാൻ പേജ് വരും. അത് ഇവരുണ്ടാക്കിയതാവാം, അല്ലെങ്കിൽ ഇവരുടെ PR ടീം ഉണ്ടാക്കിയതാവാം, അല്ലെങ്കിൽ ഇവരുടെ ശത്രുക്കൾ ഉണ്ടാക്കിയതാവാം, വാട്ട് എവർ. എന്താണെങ്കിലും ആദിലയും നൂറയും PR ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ ഹേറ്റിന്റെ കാര്യം, കയറുന്നതിന് മുമ്പ് ഹേറ്റ് ഉണ്ടായിരിക്കും, പക്ഷെ കയറി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഹേറ്റ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അവസാനത്തെ ആ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് വരെ. അവസാനം അങ്ങോട്ട് എത്തിയപ്പോഴാണ് തനിക്കൊണം എല്ലാത്തിന്റെയും ആളുകൾ മനസ്സിലാക്കിയത്. നിന്നെ ഒന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ലെന്ന് ലക്ഷ്മി പറഞ്ഞ സമയത്ത് അന്ന് ലക്ഷ്മിയെ തെറി വിളിച്ചവർ തന്നെ വന്ന് പിന്നീട് മാറ്റി പറയേണ്ടി വന്നു, വിളുമാരെയൊന്നും വീട്ടിൽ കയറ്റാനേ കൊള്ളത്തില്ലെന്ന്. ആ തരത്തിലോട്ട് ഒരു ഹേറ്റ് ഉണ്ടാക്കിയിട്ടാണ് ആദിലയാണെങ്കിലും നൂറയാണെങ്കിലും എക്സ്പെഷ്യലി ആദില ഇറങ്ങി പോയേക്കുന്നത്. അതിന്റെ യാതൊരു ആവശ്യമില്ല. പിന്നെ അതിന്റെ ക്രെഡിറ്റ് ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ ഉറ്റ ചങ്ങാതി കെ ശൈത്യക്ക് കൊടുത്താൽ മതി. കെ ശൈത്യ എന്റെ ഫാമിലി നമുക്കിതൊരു ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. തൊട്ട് മുമ്പത്തെ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഞാൻ വിശദമായിട്ട് നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. തൊട്ട് മുമ്പത്തെ വീഡിയോ ഒന്ന് കണ്ടിരിക്കാൻ നന്നായിരിക്കും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസ് എങ്ങനെ വന്നത് പിന്നീട് എനിക്ക് ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത്. ഈ കേസ് കൊടുത്ത ദിവസം ഉണ്ടല്ലോ മെനഞ്ഞാന്ന്, അന്ന് ശൈത്യയുടെ ബർത്ത്ഡേ ആയിരുന്നു. അന്നേരം അമ്മ മോക്കൊരു ബർത്ത്ഡേ സമ്മാനം കൊടുത്ത പോലെയാണ് എനിക്കത് തോന്നിയത്. വക്കീലൊക്കെ ആണല്ലോ, അപ്പൊ സ്വന്തമായിട്ടൊരു കേസ് ഉണ്ടാക്കി സ്വന്തമായിട്ട് വാദിക്കാൻ വേണ്ടിയിട്ട് മോക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ്. നാട്ടുകാരോ കൊണ്ട് കേസ് കൊടുക്കുന്നില്ല, എന്നാ പിന്നെ സ്വന്തമായിട്ട് അങ്ങ് ഉണ്ടാക്കി നീ വാദിച്ചങ്ങ് പഠിക്ക് എന്നും പറഞ്ഞ് കണ്ട് ഉണ്ടാക്കി കൊടുത്ത പരിപാടിയാണ്. അമ്മയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് കണ്ടാണ് കേട്ടോ, അങ്ങനെ കണ്ട് കൊടുത്ത സംഭവമാണ്. എന്താണെങ്കിലും ഓൾ ദ ബെസ്റ്റ് കെ ശൈത്യ.
കൂടുതലൊന്നും പറയുന്നില്ല. ഇതിനുശേഷം ബിഗ് ബോസ് ഹൗസിലേക്ക് കുറച്ച് സീരിയലിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് 4 പേര് കടന്നു വരികയാണ്. കണ്ടന്റ് ഒന്നും ഇല്ലാത്തതിന്റെ പേരിലായിരിക്കാം ഇവരുടെ തന്നെ സീരിയൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഏറ്റവും ഫൈനൽ എപ്പിസോഡിൽ ഇങ്ങനെ ഒരു കാര്യം ഇവർ ചെയ്തത്. ഇതിനകത്തോട്ട് വന്നു കയറിയ അപരാധങ്ങളെല്ലാം പോയി, പ്രത്യേകിച്ച് കോണ്ടന്റ് ഒന്നും ഇല്ല. പിന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കാൻ. അപ്പോൾ ആ ഒരു വോയിഡ് സ്പേസ് മാറ്റാൻ വേണ്ടി എന്നെങ്കിൽ പിന്നെ ഒരു പ്രൊമോഷനും കൂടെ ഇതിനകത്ത് കുത്തി കയറ്റിയേക്കാം. ശനിയാഴ്ച 1.5 മണിക്കൂർ എപ്പിസോഡ് ഒന്ന് തള്ളി നീക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് എന്തോ 2 സീരിയല്, എന്തോ അഡ്വക്കേറ്റ് ലീലാമണിയോ എന്നെങ്ങാണ്ടൊക്കെ പറഞ്ഞ ഏതോ ഒരു സീരിയല്. പക്ഷെ എന്നാലും ഇത്രയും ആളുകൾ ഉറ്റുനോക്കുന്ന ആ ഒരു എപ്പിസോഡിൽ നിങ്ങൾ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യണ്ടായിരുന്നു എന്ന് എനിക്കൊരു ഒപ്പീനിയൻ ഉണ്ടായിരുന്നു. ഈ 98 എപ്പിസോഡിനകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ ഓടിച്ചോടിച്ച് കണ്ട എപ്പിസോഡ് ഇതാണ്. നിങ്ങളും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും കണ്ടിരിക്കുന്നത്. എനിക്ക് ആക്ടിങ്ങിലേക്ക് പോകാൻ ഭയങ്കര ഇഷ്ടം, പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെ. അയ്യോ അങ്ങനെ പറയല്ലേ, ആക്ടിങ് അറിയത്തില്ലെന്ന്. നൂറയ്ക്ക് അതിനുള്ള കഴിവുണ്ട്, നമ്മൾ കാണുന്നതല്ലേ, അതിനുള്ള കഴിവുണ്ട്, അതിനുള്ള ഒരു സ്വാഗ് ഉണ്ട്, അതിനുള്ള ഒരു മുഖശ്രീ ഉണ്ട്, എല്ലാം ഉണ്ട്. എന്ത് പറയുന്നത്, ട്രൈ ചെയ്യണം. ബിഗ് ബോസ് ഹൗസിൽ നൂറെ വെല്ലാനുള്ള ഒരു ബ്യൂട്ടി ക്യൂൻ ഇല്ല. അങ്ങനെ ഇവർ ഈ സീരിയലിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്ന ആളുകളോട്ടൊക്കെ സംസാരിച്ചിട്ട് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകും. പോകാൻ നേരത്തെ എല്ലാവരും വീട്ടിലോട്ട് ക്ഷണിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നൂറെ എടുത്ത് നെവിൻ ചോദിക്കുകയാണ്, അനുമോൾ എടുത്ത് മിണ്ടിയോ? അപ്പം നൂറ പറയുന്നുണ്ട്, അവൾക്ക് മിണ്ടാൻ താല്പര്യം ഉണ്ടാവില്ല, അവളോട് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ അവളൊന്നും ചെയ്തിട്ടില്ല. ഒരു കണക്കിന് നോക്കിയാൽ നൂറ അനുമോളോട് അത്രയൊന്നും ചെയ്തിട്ടില്ല, ആദില ചെയ്ത് അത്രയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് 3 പേരും ഒരു ഗ്യാങ് ആയിരുന്നു. തള്ളി പറഞ്ഞവരുടെ കൂട്ടത്തിൽ നിന്ന് തള്ളി പറഞ്ഞിട്ടുണ്ട്. ഇവര് 3 പേരും കൂടി ഇട്ട പ്ലാൻ ആയിരുന്നു സ്വന്തം പാർട്ട്ണറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കണ്ണടച്ച്, അതല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇനി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വേറെ കാര്യം മനസ്സിലാവും, ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് എന്ന് കിട്ടിയിരിക്കുന്നത് നൂറയ്ക്കാണ്. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നൂറയ്ക്കാണ്. നൂറയെ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന കാണിച്ചുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ പല സമയത്തും ഒരുപാട് സ്ക്രീൻ സ്പേസ് നൂറയ്ക്ക് ഇട്ടിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഇത്തവണത്തെ പ്രത്യേകതയാണ്. എവിക്റ്റ് ആയി പോകുന്നവർക്ക് ഇച്ചിരി സ്ക്രീൻ സ്പേസ് എവിക്റ്റ് ആയി പോകുന്ന ആ ഒരു എപ്പിസോഡിൽ കൊടുക്കാറുണ്ട്. അത് പല എപ്പിസോഡുകളിൽ നമുക്ക് എവിഡന്റ് ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. അത് കണ്ട് അനീഷും ഷാനവാസും സംസാരിക്കുകയാണ്, എനിക്കിവിടെ എല്ലാവരും ഉണ്ടായിരുന്നു, ഒരു ചേട്ടൻ, അനിയന്മാര്, പെങ്ങളന്മാര്, ആങ്ങളന്മാര്, ഫ്രണ്ട്സ്, പ്രണയിനി ഉണ്ടായിരുന്നു. ഇവിടെ പറ അനീഷ്, അച്ഛന്റെ അമ്മയുടെ റോള് വേറെ ആരും ഉണ്ടായിരുന്നില്ല, ഈ വട്ടം ഒരു അമ്മ ക്യാരക്ടർ ഉണ്ടായിരുന്നില്ല, അതിന് കുറവുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നെവിന്റെ മിറർ ടാസ്ക് ആണ് വരുന്നത്. നെവിൻ വന്നിട്ട് അവനെ തന്നെ മോട്ടിവേറ്റ് ചെയ്തു. അവന്റെ കാര്യം പറഞ്ഞു, എന്നിട്ട് പോയി. അവൻ ആരെ കുത്താനോ, അവരിങ്ങനെ ചെയ്തിട്ട് ഞാൻ സ്ട്രോങ് ആയിട്ട് നിന്നു, അങ്ങനെ ഒന്നും പറയാൻ നിന്നില്ല. അവനെ തന്നെ മാക്സിമം ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് പുറത്ത് നെവിനും അനുമോളും കൂടി ഇരുന്നിട്ട് സംസാരിക്കുകയാണ്. അപ്പം അക്ബർ അവൻ മിണ്ടാൻ വരത്തില്ല, അവന് എന്നെ ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ അനുമോൾ അക്ബറിന്റെ അടുത്ത് ചെയ്ത കാര്യങ്ങൾ വെച്ച് നോക്കുവാണെങ്കിൽ ബിഗ് ബോസ് ഹൗസിനകത്തുനിന്നല്ല, ജീവിതത്തിൽ പിന്നെ മിണ്ടൂല. നമ്മള് ആദ്യത്തെ ആഴ്ചകളിലെ തൊട്ട് കാര്യങ്ങൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഒന്ന്, അവന്റെ നോട്ടം ശരിയല്ല. 2, സാഗറേലിയാസ് ജാക്കി. പിന്നെ അവൻ കുളിക്കില്ല, നനയ്ക്കില്ല, വൃത്തിയില്ല, ഇവനെ കാണുമ്പോൾ പേടിയാവുന്നു. പിന്നെ ഏറ്റവും അവസാനം ഇങ്ങനെ ആദ്യം പറഞ്ഞു വെച്ചിട്ട് പോയ ആ ഒരു അലിഗേഷൻ, അതിനകത്ത് അനുമോള് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ ഒന്നും അക്ബറിന് അറിയത്തില്ല. അതൊരു അലിഗേഷൻ ആണ്. അനുമോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ ഒന്നും ഇതുവരെ പ്രൂവ് ആയിട്ടുമില്ല. പക്ഷേ അനുമോള് മുന്നേ ചെയ്തു വെച്ച കാര്യങ്ങൾ വെച്ച് കണക്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അക്ബറിന് അത് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ അക്ബർ 100% വിശ്വസിക്കുകയും ചെയ്യും. കാര്യം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അനുമോൾ അക്ബറിന്റെ അടുത്ത് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ അനുമോള് അക്ബറിന്റെ ക്യാരക്ടറിനെ അതിനകത്ത് അസാസിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അക്ബർ നല്ല രീതിയിൽ തന്നെ അനുമോളെ വെറുത്തിട്ടുണ്ട്. അക്ബർ പറയുന്നുണ്ടായിരുന്നല്ലോ, എന്റെ സൗണ്ട് സത്യം, ഞാൻ പറയുന്നു ഇവളെ പോലെ ഒരു വൃത്തികെട്ടവളെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ മിണ്ടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. നിങ്ങൾ രണ്ട് വഴിക്ക് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് പാടാണ്, മനുഷ്യനാണ് പാടാണ്. സോ കൂടുതൽ ഡ്രാമ കളിച്ച് മെഴുകാൻ നിൽക്കാതെ അവനവന്റെ കാര്യം നോക്കി പോകുന്നതാണ് ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞിട്ട് നൂറയുടെ മിറർ ടാസ്ക് ആണ്. ഈ വട്ടത്തെ മിറർ ടാസ്ക് ഒക്കെ അത്യാവശ്യം ബോറായിരുന്നു, ഒരു രസം ഉണ്ടായിരുന്നില്ല കണ്ടുകൊണ്ടിരിക്കാൻ. കഴിഞ്ഞിട്ട് നമ്മുടെ ജാസുമോടെയൊക്കെ മിറർ ടാസ്ക് ആയിരുന്നു ടാസ്ക്. കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ എന്തൊരു രസമാണ്. ഇത് കഴിഞ്ഞിട്ട് പുറത്തിരുന്നിട്ട് നെവിന്റെയും അക്ബറിന്റെയും കുറുന്താളിപ്പ് മറിഞ്ഞടിച്ചതാ വീഴുന്നത്. ആ തൊട്ടിലിന്റെ കമ്പനി ഏതാണെന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കും കേട്ടോ. കാര്യം ഇവന്മാര് 100 ദിവസം അതിനകത്ത് ഇരുന്നിട്ട് അമ്മാതിരി ആട്ടം ആടിയിട്ട് അത് പൊട്ടാതെ നിന്നല്ല, ക്വാളിറ്റി സാധനം അത്. ആരെങ്കിലും തൊട്ടിൽ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ സാധനം മേടിച്ചാൽ മതി, സൂപ്പർ ആയിരിക്കും. ഇത് കഴിഞ്ഞ് നൂറയും അക്ബറും കൂടെ ഒരു കോൺവെർസേഷൻ. അക്ബർ പറയുകയാണ്, ഒരു 2-3 ആഴ്ച മുമ്പ് ആദില പൊട്ടിച്ചിട്ട് പോയ ആ ഒരു ബോംബ്, ആ ഒരു കാര്യം പറഞ്ഞിരുന്നെങ്കിൽ
കളിയുടെ ഗതി ടോട്ടലി മാറിയേനെ. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, അപ്പൊ ഇന്നലെ അക്ബർ ഇല്ല, ഞാൻ കപ്പിന് വേണ്ടിയിട്ടൊന്നും അല്ല കളിക്കുന്നത്, ഇവിടെ തനിക്കണം ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇനി കളിക്കുകയാണ് എന്ന് പറഞ്ഞത് കള്ളത്തരമായിരുന്നോ? ഇതൊരു സ്ട്രാറ്റജി ആയിട്ട് തന്നെ പുള്ളി പ്രയോഗിക്കുമായിരുന്നോ? ഈ കരച്ചിലും അല്ലെങ്കിൽ വീട്ടുകാരെ പിടിച്ചിട്ടുള്ള ഈ പരിപാടിയും സൈബർ ബുള്ളിങ് ചെയ്യുന്നു എന്നുള്ള ഒരു സാധനമൊക്കെ സ്ട്രാറ്റജി ആയിരുന്നു നേരം. ഇപ്പൊ ഈ പറഞ്ഞതിനകത്ത് എനിക്കങ്ങനെ മനസ്സിലായത്, ഒരു 2-3 ആഴ്ച മുമ്പേ പറഞ്ഞിരുന്നെങ്കിൽ ആ ഒരു കാര്യം പറഞ്ഞ് അടിച്ച് പുറത്ത് കളയാമായിരുന്നു. അതൊരു സ്ട്രാറ്റജി ആയിട്ട് യൂസ് ചെയ്യാമായിരുന്നു. 2 ദിവസം കൊണ്ട് പറഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു സ്ട്രാറ്റജി കൊണ്ട് പ്രോപ്പറായിട്ട് വർക്ക്ഔട്ട് ആക്കാൻ പറ്റിയില്ല. മനസ്സിലായ കള്ള വെടുവൻ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷാനവാസ് ഖാന്റെ മിറർ ടാസ്ക് ആണ്. പുള്ളി ശക്തിമാൻ കളിക്കുവാണെന്ന് തോന്നുന്നു അതിന്റെ അകത്ത് പോയിട്ട്. ശക്തിമാൻ മറ്റേ രണ്ട് കറക്കൂടെ കറങ്ങിക്ക അങ്ങോട്ടിരുന്ന് പുള്ളി സ്വയം ഐ ആം ദ ഹീറോ ഓഫ് ദ ഷോ. എനിക്ക് വയ്യ. മാസ് പരിവേഷവുമായി മാസിക്ക. മെഡിസിൻ കാർഡ് ഇറക്കും, പെങ്ങളൂട്ടി കാർഡ്, അതിനെപ്പറ്റി പറഞ്ഞില്ല. അങ്ങനെ കാർഡ് ഇറക്കാൻ വേണ്ടി ഒരു കാർഡ് ഇവിടെ ഇറക്കിയിട്ടില്ല എന്നുള്ളതാണ്. അത് ശരിയാണ്, അത് വളരെ കറക്റ്റ് ആണ്. ഇക്ക ഇറക്കാൻ വേണ്ടിയിട്ടല്ല ഇറക്കുന്നത്. ഇക്കായ്ക്ക് ഒരു സാഹചര്യം വരുന്ന സമയത്ത് ഇവിടെ ഒരു കാർഡ് അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് വിട്ടാലോ എന്ന് പറഞ്ഞ് ഇക്ക ഇറക്കി വിടാറാണ് പതിവ്. അത് കഴിഞ്ഞാണ് നമ്മുടെ താരം അനുമോൾ കരയാൻ വേണ്ടി, അല്ല മിററിൽ നോക്കി സംസാരിക്കാൻ വേണ്ടി വരുന്നത്. ഒരു നിമിഷം അനുമോൾ മറ്റേ കോർട്ടിൽ വല്ലവും ആണോ എന്ന് ഞാൻ ആലോചിച്ചു പോയി. കാര്യം ഇവർ മിററിൽ നോക്കി സംസാരിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ബിഗ് ബോസ് ഇവരുടെ ഒരു ഇൻട്രോയും കാര്യങ്ങളൊക്കെ പറയും, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ. എന്നിട്ട് അനുമോൾ അതെ എന്ത് ചോദിച്ചാലും അതെ എന്ന് പറയുക എന്നുള്ള സെറ്റപ്പിൽ അങ്ങോട്ട് അനുമോൾ നിന്നത്. അതെ എന്നിട്ട് ഈ പറഞ്ഞ് വരുന്നതിന്റെ ഇടയിൽ ബിഗ് ബോസിന്റെ പറച്ചിൽ കേട്ടിട്ട് അനുമോൾക്ക് പ്രതികൂലാവസ്ഥകളെ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതെ, പുല്ല് കോരണ്ടോന്ന് ചോദിച്ചൊരു കോലമാണ് എന്നെ കരയിപ്പിക്കും എന്നൊരു മൈൻഡ് സെറ്റ് ആണ് അനുമോൾക്ക്. അതെ, നിൽക്കാൻ കഴിയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് ഞാൻ പറയും. ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാൻ പറ്റിയത് ഏറ്റവും വലിയ ഭാഗ്യമാണ്, ദൈവത്തിന്റെ അനുഗ്രഹമാണെന്നാണോ ഈ പറഞ്ഞത്? അല്ല ഇന്നലെ അവിടെ ഇരുന്നിട്ട് മറ്റേ ഷാനവാസിന്റെ അടുത്ത് ഇങ്ങോട്ട് വരണ്ടായിരുന്നു, ഈ നശിച്ച സ്ഥലത്തോട്ട് വരണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത്? മൾട്ടിപ്പിൾ ടൈംസ് പറയുന്നുണ്ടായിരുന്നല്ലോ. എന്നിട്ട് താണ്ട് ഇപ്പൊ വന്നത് പറയും ഇങ്ങോട്ട് ഇവിടെ വന്ന് നിൽക്കാൻ കഴിഞ്ഞത് ഭാഗ്യമാണ് എന്ന്. എന്താണ് അനുമോളെ നിലപാടിൽ ഇപ്പോഴും ഒരു ഉറപ്പില്ലല്ലോ അങ്ങോട്ട്? ഇതാണ് പറയുന്നത്, നിലപാട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക പെണ്ണ്. ഒരുപാട് തവണ ഞാൻ പറഞ്ഞു ബിഗ് ബോസ് കരയില്ല മോളെ ഇനി ഇന്നെങ്കിലും ഒന്ന് കരയാതിരടി മുത്തേ. നാളെ പോയി കപ്പെടുക്കാനുള്ള ഇല്ലയോ, നീ കരയാതെ, നീ കപ്പെടുക്കുമ്പോഴെങ്കിലും ഒന്ന് കരയാതിരിക്കണേ. ആ തമിഴ്നാട്ടിൽ ഡാമിന്റെ സൈഡിലെങ്ങാണോ ഈ ഷോ നടത്തിയിരുന്നെങ്കിൽ ഇവിടെ കണ്ണീര് ഡാമിലോട്ട് ഒഴിക്കായിരുന്ന ഡാം നിറഞ്ഞേനെ 90-100 ദിവസം കൊണ്ട്. അമ്മാതിരി കരച്ചില്. ബിഗ് ബോസ് ചരിത്രത്തിൽ ഇത്രയും കരഞ്ഞ ഒരു കണ്ടസ്റ്റന്റ് കാണത്തില്ല. എന്റെ ഒരു ഊഹം ശരിയായിരുന്നെങ്കിൽ സൂര്യ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു മണിക്കുട്ടന്റെ ഒക്കെ ആ സീസണിൽ. അവര് ഭയങ്കര കരച്ചിലായിരുന്നു. ആ സീസൺ ഞാൻ കുറച്ച് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. വേറെ സീസണും എനിക്ക് വലിയ ധാരണയില്ല. അനുമോളെ കടത്തി വെട്ടി കരച്ചിൽ ടീംസ് വല്ലതും ഉണ്ടോ ഗൈസ്? താൻ ഒന്ന് കമന്റ് ചെയ്യൂ. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല, അത് നമുക്ക് മനസ്സിലായി. നിന്നെ കൊണ്ട് കരയാതിരിക്കാൻ പറ്റത്തില്ലെന്ന് നമുക്ക് മനസ്സിലായി. സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ സഹിക്കാൻ പറ്റാത്ത അവസരമാണ് ഞാൻ കരയുന്നത്. ഓ അതിന്റെ ആവശ്യമൊന്നുമില്ല. എനിമോൾക്കൊന്ന് കണ്ണൊന്ന് ഉരുട്ടി കഴിഞ്ഞാൽ പളപളപളാന്ന് കണ്ണീന്ന് വെള്ളം വരുന്ന കൊച്ച. ഇതിനു വേണ്ടി കണ്ണീര് അവിടെ കിടക്കുന്നു എനിക്ക് മനസ്സിലാവാതെ. ലാവനാഴിയിൽ അമ്പ് പോലാണ് അനുമോളുടെ കണ്ണ്. എത്ര കരഞ്ഞാലും കണ്ണീര് പറ്റൂല. എവിടെ ചിന്തിക്കുന്നു അവിടെ കരച്ചിൽ. അതാണ് അനുമോളുടെ ടാഗ്ലൈൻ. ഇനി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി വരും, എന്റെ ജീവിതത്തിൽ ഇനി ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പറഞ്ഞത് പോയിന്റ്. അത്രത്തോളം പ്രശ്നങ്ങൾ എന്റെ പൊന്നടാവേ. ഓർത്തോർത്ത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഈ ഒരു ബുക്കിനകത്ത് എഴുതി തീർക്കാൻ പറ്റാത്രയായിപ്പോ. ഓർത്തോർത്ത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ എന്തോരം പ്രശ്നങ്ങളായി 10-98 ദിവസമായിട്ട് അനുമോളകത്ത് ഉണ്ടാക്കിയത്. ചെറുതും വലുതും ഇടത്തരവും ഒക്കെ ആയിട്ട് സമ്മതിക്കണം. അയ്യോ ഇത്രയും പ്രശ്നങ്ങളൊന്നും ഒരു മനുഷ്യന്റെ ജീവിതത്തിന് വരൂല കേട്ടോ. അത് ശരിയാണ്. സൂപ്പർ. അനുമോള് സ്ട്രോങ് ആണ്. അനുമോള് സ്ട്രോങ് എന്ന് പറഞ്ഞാൽ അനുമോള് സ്ട്രോങ് ആണ്. ആ ഒരു കാര്യം നമ്മൾ സമ്മതിച്ചു കൊടുക്കും അനുമോളെ. എന്ന് പറഞ്ഞാൽ അനുമോള് സ്ട്രോങ് ആയിട്ടാണല്ലോ ഇത്രയും ആളുകൾ വട്ടത്തിട്ട് അടിച്ചിട്ടും കല്ല് പോലെ അവിടെ നിന്ന് കളഞ്ഞത്. ആ ഒരു കാര്യത്തിൽ അനുമോളൊക്കെ സമ്മതിക്കണം. നമ്മളെ മതിയുടെ അല്ല മതി, കുഞ്ഞെ കരച്ചിൽ നിർത്തുന്നു. ഇത് കണ്ട് നമുക്ക് തന്നെ ഇതെന്തോ ഒരു പോലായി. നാളെ ഒരു ദിവസം കൂടെ സഹിച്ചാൽ മതിയല്ലോ ഇത്. നമുക്ക് ഒരു കാര്യം പറയാനുള്ളൂ, ഇനി നാളെ പുറത്തോട്ടിറങ്ങിയിട്ട് പുറത്ത് കടന്ന് കരയാൻ നിൽക്കരുത്. ആ ഒരു അപേക്ഷയുള്ളൂ.
ഓ പോട്ട് കരഞ്ഞ് മെഴുകങ്ങ്, പിന്നല്ല എന്തോ പറയാനാന്ന് പറ. കൊച്ചിന് കരച്ചിലല്ല ഒന്നും അറിയത്തില്ല, എന്ത് ചെയ്യാൻ പറ്റും. കരയാൻ വേണ്ടിയിട്ട് കണ്ണുനീർ വാടകയ്ക്ക് എടുത്ത് വന്ന ടീമാണ്. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കരഞ്ഞങ്ങ് മെഴുക്. അല്ല എന്നാ പറയാനാ. വോട്ട് ചെയ്യും എല്ലാവരും, കരയണ്ട, വോട്ട് ചെയ്യും. ഇപ്പൊ വോട്ടിംഗ് സമയം, ഇന്നത്തെ വോട്ടിങ്ങിന്റെ സമയം അവസാനിച്ചിട്ടുണ്ട്. 12 മണി കഴിഞ്ഞിപ്പോ 1 മണി കഴിഞ്ഞിപ്പോ വോട്ട് ചെയ്യും എല്ലാവരും. ഈ വോട്ടിങ്ങിന്റെ റിസൾട്ട് എന്നും പറഞ്ഞ് കുറെ അവന്മാർ യൂട്യൂബിൽ കിടന്നിട്ട് അനിമോൾക്ക് 2547 വോട്ട്, അനീഷ് തൊട്ട് പിന്നിലായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര റിസൾട്ട് എന്നൊക്കെ പറഞ്ഞു. ഇവന്മാർക്ക് എവിടെ നിന്നാണ് ഈ വോട്ടിന്റെ കിട്ടുന്നത്? ചുമ്മാ അടിച്ചിറക്കാണ്. അതൊന്നും കണ്ട് വിശ്വസിക്കാൻ നിൽക്കല്ലേ. ഇവന്മാര് വെറുതെ ചുമ്മാ തള്ളി വിടുന്ന കണ്ടാണ് ഈ വോട്ട് ഇത്ര കയറി അത്ര കയറി എന്നൊക്കെ പറഞ്ഞു. അതിന്റെ റിപ്പോർട്ട്സോ അതിന്റെ നമ്പേഴ്സ് എത്രയാണോ നമുക്കൊന്നും അറിയാൻ പറ്റത്തൊന്നുമില്ല. ഇത് വേറെ കമ്പനിയാണ് ഈ വോട്ടിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അതൊന്നും ഒരു കാലത്തും ബിഗ് ബോസിന്റെ ടീമോ പുറത്തു വിടത്തില്ല. അത്ര സുതാര്യമായിട്ടുള്ള ഷോ ഒന്നും അല്ല ബിഗ് ബോസ്. അതുകൊണ്ട് അവന്മാര് പുറത്തു വിടത്തില്ലത്. ദൈവം എപ്പോഴും അന്മോളുടെ കൂടെ തന്നെ ഉണ്ടാകും. എന്തിന് ഈ കരച്ചില് കാണാനോ? ദൈവം ഇപ്പൊ വരും ഒരു 2 കിൻഡിലെ ടിഷ്യൂ പേപ്പറുമായിട്ട്. അനുമോളെ ഇന്നാ കണ്ണു തൊട, അനുമോളെ ഇന്നാ കണ്ണു തൊട. പുള്ളിക്ക് അതല്ലാതെ വേറെ പണിയൊന്നും കാണത്തില്ല ഇവിടെ വന്നാൽ തന്നെ. അതിനുശേഷം ബിഗ് ബോസ് ഇവർക്കൊരു ടാസ്ക് കൊടുക്കുകയാണ്. വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് അവിടെയുള്ള ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി എടുത്തുകൊണ്ട് പോകാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഏത് പ്രോപ്പർട്ടി എടുത്തുകൊണ്ട് പോകും എന്നുള്ളതാണ്. അനീഷ് ഒരു ബോട്ടിൽ, വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു പുറത്ത് കൊണ്ടുപോയിട്ട് 50 ലക്ഷം 70 ലക്ഷം രൂപയ്ക്ക് വിൽക്കാനായിരിക്കും. കാര്യം ഇവര് അകത്ത് യൂസ് ചെയ്തേക്കുന്ന ബോട്ടിലിന്റെ മാർക്കറ്റ് എത്രയുണ്ട്. 100 ദിവസം നിന്ന് ബോട്ടിലൊക്കെ പറയുമ്പോഴത്തേക്ക് 50 ലക്ഷം ഒരു കോടിക്കൊക്കെ ലേലത്തിന് വിൽക്കാൻ പറ്റും. അത് എത്രയും ഉള്ളു. അന്നേരം അനീഷ് ആ ഒരു ഇത് വെച്ചോണ്ടായിരിക്കണം ബോട്ടിൽ എടുത്തേക്കുന്നത്. നമ്മുടെ മാസിക്ക കപ്പാണ് എടുത്തിരിക്കുന്നത്. കപ്പ് അതും ചിലപ്പോൾ ലേലത്തിന് വെക്കാനായിരിക്കാം. ഈ ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുത്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നെവിനെ ഉദ്ദേശിച്ചാണ് കൊടുത്തത്. നെവിൻ പലപ്പോഴായിട്ട് ഈ തത്തയെ നോട്ടമിട്ടിട്ടുള്ളതാണ്. ബിഗ് ബോസിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ആ തത്ത എനിക്ക് തരണമെന്നും പറഞ്ഞിട്ട്. നെവിന്റെ ബാത്റൂമിൽ ഇരിക്കുന്ന കാലൊടിഞ്ഞ തത്തയാണ്, കാലൊടിച്ചത് അവനാണ് ചൂസ് ചെയ്തേക്കുന്നത്, അവന്റെ തത്തമ്മ. അത് കഴിഞ്ഞിട്ട് നൂറ ആ പൗഡർ റൂമിൽ ഇരിക്കുന്ന ജിറാഫിന്റെ തലയാണ് ചൂസ് ചെയ്തേക്കുന്നത്. പക്ഷെ ഇതിനകത്ത് അക്ബർ ചൂസ് ചെയ്ത സാധനമാണ് എന്റെ മോനെ പൊളി സാധനം. അവൻ അവിടെയും മുതലാക്കി എന്നുള്ളതാണ്. സോഫയിൽ വന്നെങ്കിൽ ഇരിക്കും. ബിഗ് ബോസ് ഈ സോഫയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം. ഇത് ബിഗ് ബോസ് എനിക്ക് തരണം. എടാ മിടുക്ക. ബിഗ് ബോസ് അന്നേരം വിചാരിക്കുമായിരിക്കും കുരിഞ്ഞ കോണാൻ അടിച്ചുകൊണ്ട് വന്ന ടീമിന്റെ അടുത്താണല്ലോ ദൈവമേ ഞാൻ ഈ ഒരു ടാസ്ക് കൊടുത്തത്. ഇത് കഴിഞ്ഞിട്ട് അനുമോള് വരും. അനുമോള് വന്ന് അതിനേക്കാളും വലിയ സാധനമാണ് ചോദിക്കുന്നത്. അനുമോള് വളരെ സിമ്പിൾ ആയിട്ട് ബിഗ് ബോസ് എനിക്ക് ഈ മരം ഇങ്ങനത്തെ കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. മരം, അനുമോളുടെ ബെഡിന്റെ മേളിൽ പൂത്തലഞ്ഞ് നിൽക്കുന്ന മരം ഉണ്ടല്ലോ, മരമാണ് അനുമോള് ചോദിക്കുന്നത്. ബിഗ് ബോസ് വിചാരിക്കായിരിക്കും എനിക്ക് എന്തിന്റെ കേടായിരുന്നു. അവരൊരു കുടിച്ച കുപ്പിയും കപ്പും പ്ലേറ്റും ഒക്കെ ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞാൽ മതിയായിരുന്നു എന്നായിരിക്കും ബിഗ് ബോസ് പറഞ്ഞത്. അക്ബർ സോഫ, അനുമോള് മരം. എന്നിട്ട് പിന്നെ പറയും നീ കയ്യിലൊതുങ്ങാൻ പറ്റുന്ന എന്തെങ്കിലും ചോദിക്കും എന്ന് പറയുമ്പോ പിന്നെ അനുമോള് അത് എനിക്ക് ബോട്ടിൽ മതി എന്ന് പറയുന്നുണ്ട്. ഭാഗ്യത്തിന് ഇതിന്റെ ആധാരം ഒന്നും ചോദിച്ചില്ലല്ലോ. അത് തന്നെ വലിയ ഭാഗ്യം ഒന്ന് കൂട്ടിയാൽ മതി. ഇത്രയല്ലേ ചോദിച്ചോളൂ. ഇവറ്റകളുടെ ഒരു സെറ്റപ്പ് വെച്ചിട്ട് ആ സ്റ്റുഡിയോന്റെ ആധാരം അടിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അക്ബർ അനീഷിന്റെ അടുത്ത് ചോദിക്കുകയാണ്. അനീഷേട്ടന് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് ഫാൻസ് ഒക്കെ വരും, ഒരുപാട് കല്യാണ ആലോചനകളൊക്കെ വരും. അനീഷേട്ടൻ കല്യാണം കഴിക്കൂ? അനീഷ് വളരെ സൗമ്യനായിട്ട് പറയുകയാണ് എനിക്കിപ്പോൾ 39 വയസ്സായി, കല്യാണം കഴിക്കാൻ ഒരു ബെസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു. നല്ല ആലോചനകൾ ഒക്കെ വരുവാണെങ്കിൽ ഞാൻ ആലോചിക്കുന്നതാണ്. ആരുടെ മുന്നിൽ നിന്നിട്ടാണ് പറയുന്നത്? അനുമോളുടെ തൊട്ട് മുന്നിൽ നിന്നിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. ഇത് പറയുന്ന കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് അനുമോളെ കൊള്ളിച്ച് പറയുവാണോ എന്നൊരു സംശയം ഇല്ലാതില്ല. നല്ല പെൺകുട്ടികൾ വരുവാണെങ്കിൽ ഞാൻ കൈ കൊടുക്കും എന്നുള്ള ഒരു സെറ്റപ്പിലാണ് അനീഷ് പറയുന്നത്. ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണില് എന്നെ നോക്കിയിരിക്കുന്ന ഒരാള് ഉണ്ടാവും. കേട്ടോ ഈ ഡയലോഗ് കേട്ടോ? അനുമോളെ ഫ്രണ്ട് നിർത്തിയിട്ടാണ് ഇത് പറയുന്നത്. കൊള്ളിക്കാൻ വേണ്ടി പറയുന്ന ഡയലോഗാണ്. ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ എനിക്ക് വേണ്ടി ഒരു കാത്തിരിപ്പുണ്ടായിരിക്കും. ഇത് കഴിഞ്ഞിട്ടാണ് എവിക്ഷൻ ടാസ്ക് കൊടുക്കുന്നത്. ഓരോരുത്തരുടെ ഫോട്ടോ ഉള്ള ഒരു പസിൽ കൊടുക്കുകയാണ്. ആ പസിൽ അടുക്കി റെഡിയാക്കണം. അതിനകത്ത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള പസിൽ ആരുടേതാണോ അവര് എവിക്റ്റായി പോവുകയാണ്. ആദ്യം അത് അടുക്കി സെറ്റ് ആക്കുന്നത് നമ്മുടെ അക്ബറാണ്. അക്ബർ സെറ്റ് ആക്കും. അത് കഴിഞ്ഞിട്ട് നെവിൻ സെറ്റ് ആക്കും, അനീഷ് സെറ്റ് ആക്കും, നൂറ സെറ്റ് ആക്കുന്നുണ്ട്. നൂറ സെറ്റ് ആക്കിയപ്പോൾ തന്നെ മനസ്സിലായി 2 പീസ് മിസ്സിംഗ് ആണ്. പിന്നെ എല്ലാവരും ഉറ്റുനോക്കിയത് ഷാനവാസിനാണ്. ഷാനവാസ് അടുക്കാൻ വേണ്ടി കുറച്ച് പാട് വെട്ടും. പിന്നെ എല്ലാവരും സഹായിച്ചിട്ടാണ് ഷാനവാസിനെ അടുക്കി സെറ്റ് ആക്കുന്നത്. അങ്ങനെ നൂറയുടെ പസിലാണ് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളത്. നൂറ എവിക്റ്റ് ആവുകയാണ്. നൂറയും അനുമോളും കൂടെ
പേടിച്ച് കരയാണ്. സോറിയൊക്കെ പറയുന്നുണ്ട് അനുമോള്, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഷോറി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് നൂറ സ്റ്റാൻഡ് വിട്ട് പോവുകയാണ്. അനുമോളെയൊക്കെ പുറത്തുനിന്ന് മീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് ഇവരെ ഒരുക്കുന്ന പരിപാടി വരുന്നത്. മുടിയൊക്കെ വെട്ടി ഒരുക്കുകയാണ്. അനീഷ്, ഷാനവാസ്, അക്ബർ, അനുമോളെ അയ്യോ എന്തോ പറ്റിയത്, എന്തോ ഫേഷ്യൽ ചെയ്യണമെന്ന് തോന്നുന്നു. മൈദമാവ് എന്തോ ബാക്കിയൊന്നും എടുത്ത് മൂത്തിട്ടേക്കുക. എന്തെല്ലാം ആട്ട്. അങ്ങനെ നമ്മുടെ ടോപ്പ് 5 കണ്ടസ്റ്റൻസ് ഇതാണ്. അക്ബറിന് മുടി വെട്ടി അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. മുഖത്തൊരു സന്തോഷമില്ല. നൂറ പണ്ട് നെവിനെ പ്രൊവോക്ക് ചെയ്ത് പുറത്ത് കളഞ്ഞ സമയത്ത് നൂറ ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് വെക്കാവേ. നെവിൻ ഇറങ്ങിയിട്ട് അതിലെ നൂറ് ഇവിടെ ഇറങ്ങുള്ളൂ. നെവിൻ ഇറങ്ങിയിട്ടെ ആദിലെ നൂറ ഇവിടുന്ന് ഇറങ്ങത്തോള്. നെവിൻ ഇറങ്ങിയതും ഇല്ല, ആദിലെ നൂറ ഇറങ്ങുകയും ചെയ്യും. ക്രെഡിറ്റ് ഗോസ് ടു നമ്മുടെ ശൈത്യ കോച്ച്, ദ ഗെയിം ചേഞ്ചർ ശൈത്യ. ലാലേട്ട ഫൈനലിൽ വരുന്ന സമയത്ത് ഒരു അവാർഡ് ശൈത്യക്ക് കൊടുക്കണം കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന്റെ ഗെയിം ചേഞ്ചർ ആണ് ശൈത്യ. പറയാതിരിക്കാൻ വയ്യ, ഗെയിം ചേഞ്ചിങ് കളിയാണ് ശൈത്യ അവിടെ കളിച്ചേക്കുന്നത്. അപ്പൊ ഫിനാലിൽ ഒരു സ്പെഷ്യൽ മെൻഷൻ ശൈത്യക്ക് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മാത്രമല്ല ഡ്രൈ ആയിട്ട് കടന്ന ബിഗ് ബോസ് ഇനി എന്ന് പറഞ്ഞ ഒരു ബിഗ് ബോസിന്റെ അവസാനത്തെ വീക്കില് കത്തിച്ചല്ലേ വന്നിട്ട് കത്തി കയറിയില്ലേ. ഇജാതി ഒരു ക്ലൈമാക്സ് ഈ ഒരു ബിഗ് ബോസിന് ഉണ്ടാവുമെന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ വിചാരിച്ചില്ല. ഉള്ള കാര്യം പറയാമല്ലോ, പറയാതിരിക്കാൻ വയ്യ. അവസാനത്തെ 1-2 ആഴ്ചകൾ തീയായിരുന്നു ഈ ഒരു സീസൺ. അബ്ജാതി കണ്ടന്റുകളാണ് പുറത്തോട്ട് വന്നത്. തമ്മിത്തല്ല്, കുതുകാല് വെട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളി. ഓയ്യോ എന്നാ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ എപ്പിസോഡ്സ്. സൂപ്പർ സാധനങ്ങൾ. കരച്ചില്, ബഹളം, PR ടീംസ്, പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നു, വട്ടത്തിലിട്ട് അടിക്കുന്നു, തിരിച്ചടിക്കുന്നു, കട്ടപ്പാക്ക് തൂത്തുന്നു. ആരൊക്കെ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ എപ്പിസോഡ് ഒന്നും പറയാനില്ല. അത് അവസാനത്തെ ഇങ്ങനത്തെ ഒരു ക്ലൈമാക്സ് ഈ ഒരു സീസണിൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാത്തിന്റെയും ഒരു മൂല കാരണം നമ്മുടെ ശൈത്യയാണ്. അതായത് ശൈത്യക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണം, ഒരു ഗെയിം ചേഞ്ചിങ് അവാർഡ് ഒക്കെ കൊടുക്കണം. എനിക്ക് തോന്നുന്നു സീസൺ 4 റിയാസ് സലീമിന് ഒരു ഗെയിം ചേഞ്ചർ അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു തോന്നുന്നല്ലേ. അത് കഴിഞ്ഞിട്ട് ഗെയിം ചേഞ്ചർ അവാർഡ് എന്ന് പറഞ്ഞിട്ട് വല്ലതും കൊടുത്തിട്ടുണ്ടായിരുന്നോ? അതുപോലൊരു അവാർഡ് ഈ വട്ടം ബിഗ് ബോസിന് കൊടുക്കണം. കാര്യം ബിഗ് ബോസിന്റെ TRP ഇത്ര കയറിയിട്ടുണ്ടെങ്കിൽ, നമുക്കറിയില്ല, നെക്സ്റ്റ് വീക്ക് കഴിയുമ്പോൾ അറിയത്തുള്ളൂ. കയറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വൺ ഓഫ് ദ മെയിൻ ഫാക്ടർ നമ്മുടെ ശൈത്യയാണ്. നാളത്തെ എപ്പിസോഡും കൂടെ കഴിഞ്ഞാൽ ബിഗ് ബോസ് അവസാനിക്കുകയാണ്. നമ്മൾ പതിവുപോലെ നമ്മുടെ വീഡിയോകളൊക്കെ ആയിട്ട് ഇവിടെ തന്നെ ഉണ്ടാവും. കൂടുതലൊന്നും പറയുന്നില്ല. ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ മറക്കണ്ട. ശൈത്യയെ കട്ടപ്പ എന്ന് വിളിച്ച യൂട്യൂബേഴ്സിനെതിരെ ശൈത്യയുടെ അമ്മ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ അമ്മ തന്നെ മോളെ കട്ടപ്പ എന്ന് വിളിക്കുന്ന ഒരു സാധനത്തിന്റെ ഒരു വീഡിയോ ഞാൻ തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ കാണാൻ മറക്കണ്ട. അപ്പൊ ശരി, വേറൊരു വീഡിയോ വരാം.